Hi all. So today we are going to study how to solve the three different problems using HMM. നമ്മുടെ three basic problems already നമ്മൾ പറഞ്ഞിട്ടുണ്ട്. What are the three basic problems? One is evaluation problem. We are going to solve the evaluation problem with the help of forward backward algorithm or procedure. Second one is a decoding problem. നമ്മൾ already എന്താണ് decoding problem എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മോഡൽ ഉണ്ടാകും ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ ഒബ്സർവേഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഓൺലി ദി information about the observation sequence and have the model also. What we have to do is we have to find out the state sequence which has the highest probability of generating O എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പ്രോബബിലിറ്റിയിലുള്ള ഒരു പാത്ത്, അതായത് സ്റ്റേറ്റ് പാത്തിനെ നമുക്ക് കണ്ടുപിടിക്കണം, സ്റ്റേറ്റ് സീക്വൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഡീകോഡിംഗ് പ്രോബ്ലം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഇവാലുവേഷൻ പ്രോബ്ലം അതെന്താണ്, നമുക്ക് ഓൾ ദ പാർട്സ് നമുക്ക് കണ്ടുപിടിക്കും, നമ്മൾക്ക് കിട്ടും ഏതാണ് ഫോർവേഡ്, അതായത് ബെസ്റ്റ് അല്ല നമ്മൾ എടുക്കുന്നത്, ഹയസ്റ്റ് പ്രോബബിലിറ്റി അല്ല, മാക്സിമം നമുക്ക് അതിനകത്ത് നിന്ന് ഒബ്സർവേഷൻ സീക്വൻസ് എടുക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ് സീക്വൻസിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇതിനകത്ത് ഇവാലുവേഷൻ പ്രോബ്ലം. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ഡീകോഡിംഗ് പ്രോബ്ലം വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദി ഹയസ്റ്റ് പ്രോബബിലിറ്റി ഒബ്സർവേഷൻ സീക്വൻസ്. ഓക്കെ, ഹയസ്റ്റ് പ്രോബബിലിറ്റി സീക്വൻസ് ഒബ്സർവേഷൻ സീക്വൻസ് ദാറ്റ് മീൻസ് ഹയസ്റ്റ് പ്രോബബിലിറ്റിയിലുള്ള സ്റ്റേറ്റ് സീക്വൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു സ്റ്റേറ്റ് സീക്വൻസിൽ ആയിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ സീക്വൻസ് ഏറ്റവും മാച്ചായി വരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് എ ഡീകോഡിംഗ് പ്രോബ്ലം ആർ സോൾവ്ഡ് യൂസിങ് വിറ്റർബി അൽഗോരിതം. ആൻഡ് തേർഡ് വൺ ഇസ് എ ലേണിംഗ് പ്രോബ്ലം. ദാറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് ദ മോഡൽ. We only have a training set of so many observation sequence we have, but we don't have any kind of a model. That means lambda നമുക്കില്ല. So we have to find out a lambda that maximizes the probability of the observation sequence given lambda. We have to assume a lambda. ഒരു മോഡൽ എടുക്കുക, ആ മോഡൽ ഓരോ മോഡലിനെയും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിനെ കണ്ടുപിടിക്കുക. ആൻഡ് ദിസ് പ്രോബ്ലം ഈസ് ആക്ച്വലി സോൾവ് യൂസിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോം-വെൽച്ച് അൽഗോരിതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇവാലുവേഷൻ പ്രോബ്ലം, ഹൗ ടു സോൾവ് ദ ഫസ്റ്റ് പ്രോബ്ലം, ഇവാലുവേഷൻ പ്രോബ്ലം. അപ്പം ഇവാലുവേഷൻ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ ഒരു ഒബ്സർവേഷൻ സീക്വൻസ് തന്നിട്ടുണ്ടാകും. ഓക്കെ, O1 O2 എക്സെട്ര അപ് ടു OT എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ T വരെയുള്ള ഒരു ഒബ്സർവേഷൻ സീക്വൻസ് തന്നിട്ടുണ്ടാകും. ആൻഡ് ഓൾസോ ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു മോഡലും കാണും, HMM മോഡലും ഉണ്ടായിരിക്കും. With the help of these two, I have to find out all the possible state sequences കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ലെറ്റർ Q ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, all the state sequence കണ്ടുപിടിക്കണം. അപ്പം നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, we can able to find out with the help of this that means probability of O given Q comma lambda. Suppose a model and also the state sequence is given over there, it is very easy to find out the observation sequence. ഈ പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് വെച്ചിട്ട്, അതായത് എനിക്ക് ക്യൂവും ലാംഡയും ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഒബ്സർവേഷൻ സീക്വൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ സീക്വൻസ് നമുക്ക് സ്റ്റേറ്റ്സ് വെച്ചിട്ട്, സ്റ്റേറ്റ് നമ്മുടെ കയ്യിലില്ല, നമുക്ക് ഏത് സ്റ്റേറ്റ്സ് ആണെന്ന് അറിയത്തില്ല, ഏതിൽ നിന്ന് എടുക്കണം എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ നോർമലി നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് യൂസിങ് പൈ T is equal to 1 to capital letter T. അതായത് ഇത്രയും സീക്വൻസുകളെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് OT given QT കോമ ലാംഡ. ഓക്കെ, അതായത് ഓരോ ഈ സ്റ്റേറ്റിൽ നിന്നും OT എന്ന് പറയുന്ന സീക്വൻസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി യൂസിങ് ദിസ് ലാംഡ രണ്ടും തന്നിട്ടുണ്ടാവണം. ബട്ട് നമ്മുടെ കേസിൽ നമുക്ക് എന്തില്ല, ഈ ക്യൂ എന്ന് പറയുന്ന ഈ ആള് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു BQ1O1 എക്സെട്ര ഇൻറ്റു ഇത് പൈ ആയത് കാരണം ഇൻറ്റു BQ2O2 എക്സെട്ര അപ് ടു BQTOT. ഇങ്ങനെ വരെ പോകുമായിരുന്നു. എക്സെട്ര BQ ക്യാപിറ്റൽ ലെറ്റർ TOT. ഓക്കെ, അതായത്
പ്രോബബിലിറ്റി, ദിസ് ഈസ് എമിഷൻ പ്രോബബിലിറ്റി. അതായത് സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ക്യൂ എന്ന് പറയുന്ന ഒറിജിനൽ സ്റ്റേറ്റും തന്നിട്ടുണ്ട്, നമുക്ക് ലാംഡയും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മോഡലും ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഒബ്സർവേഷൻ സീക്വൻസിൻ്റെ ചാൻസസ് കംപ്ലീറ്റ് അവർ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ സീക്വൻസിൽ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്ന് അറിയാമായിരിക്കും. അതായത് ദിസ് ഇസ് ദ എമിഷൻ പ്രോബബിലിറ്റി. ദാറ്റ് മീൻസ് O1 എന്ന് പറയുന്ന ഫസ്റ്റ് സീക്വൻസ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി, O2 എന്ന് പറയുന്ന സീക്വൻസ് Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി. അതാണ് എക്സെട്ര അപ് ടു Qt ഇഫ് Q ആൻഡ് ലാംഡ ഇസ് ഗിവൺ. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. സോ വി കനോട്ട് കാൽക്കുലേറ്റ് ദിസ് ആസ് വി ഡോണ്ട് ഹാവ് ദി സ്റ്റേറ്റ് സീക്വൻസ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം നമുക്കിത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് Q ഗിവൺ ലാംഡ. മോഡൽ തന്നിരുന്ന ആൾ Q എന്ന് പറയുന്ന സ്റ്റേറ്റ് സീക്വൻസിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് Q ഗിവൺ ലാംഡ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്നും പോകണം എന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റ് സീക്വൻസ് നിന്നും നമുക്ക് ട്രാൻസിഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒബ്സർവേഷൻ സീക്വൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ് സീക്വൻസ് ട്രാൻസിഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റിൽ നിന്നും എന്തായാലും ഇനിഷ്യലി ഒരു സ്റ്റേറ്റ് കാണും. ദാറ്റ് മീൻസ് ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ലെറ്റ് ഇറ്റ് ബി S1 എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പം Q1 എന്ന് പറയുന്ന അതായത് S1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അറ്റ് ദ ടൈം t=1 വരാനുള്ള ചാൻസ്. ഓക്കെ, അതായത് ഇനിഷ്യൽ പ്രോബബിലിറ്റി. അതായത് ഇനിഷ്യൽ പ്രോബബിലിറ്റി ഒരൊറ്റ സ്റ്റേറ്റല്ലേ കാണുള്ളൂ. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് Q1. പ്രോബബിലിറ്റി. സോ ഈ Q1 എന്ന് പറയുന്നത് നമ്മുടെ എമിഷൻ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, Q1 എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ പ്രോബബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് എന്ത് വേണം? ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റേറ്റ് വരും. അതായത് എങ്ങനെയാണ്? ഒരു സ്റ്റേറ്റ് കഴിഞ്ഞു, ഇനി ബാക്കി എത്ര സ്റ്റേറ്റ് ഉണ്ട്? അതായത് എത്ര സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്? ഇപ്പം ഒബ്സർവേഷൻ സീക്വൻസ് ഫോർ എക്സാമ്പിൾ T നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, T നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന്, ക്യാപിറ്റൽ T നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് T ഈസ് ഈക്വൽ ടു 2 മുതലായിരിക്കും. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ് ഏതിനകത്തു നിന്നായി? ഇനിഷ്യൽ പ്രോബബിലിറ്റി ആയി. അതായത് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ T = 2 ടു ക്യാപിറ്റൽ ലെറ്റർ T വരെ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു നമ്മൾ ഏത് വരും? പ്രോബബിലിറ്റി ഓഫ് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് Q2 ഗിവൺ Qt -1. അതായത് ഇപ്പം ഇതാണെങ്കിൽ P1, that means P2, what is the probability of Q2 given Q1 into what is the probability of Q3 given Q2. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കും. ഓക്കെ, അതായത് ട്രാൻസിഷൻസ് കണ്ടുപിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ PQ1 നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഇനിഷ്യൽ പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ എനിക്ക് ഇതിനെ മാറ്റി എഴുതാം, πQ1 എന്ന് എഴുതാം അല്ലേ, πQ1 എന്ന് എഴുതാം. ഇനി ഈ പറയുന്നതിനെല്ലാം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ പറയുന്നതിനെല്ലാം തന്നെ നമുക്ക് ഏതാണ്? ട്രാൻസിഷൻ ആയത് കാരണം Q1 നിന്നും Q2-നകത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു Q2-ൽ നിന്നും Q3-നകത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി എക്സെട്ര അപ് ടു T-1 നിന്നും ക്യാപിറ്റൽ ലെറ്റർ T-1 നിന്നും Q ക്യാപിറ്റൽ ലെറ്റർ T-നകത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സ്റ്റേറ്റ് സീക്വൻസ് ഗിവൺ ലാംഡ. ഓക്കെ, ഇനി നമുക്ക് ജോയിൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ജോയിൻ പ്രോബബിലിറ്റി എങ്ങനെയാണ്? ജോയിൻ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് O, Q ഗിവൺ ലാംഡ. വാട്ട് ഈസ് ദി probability of seeing the observation sequence and state sequence when the lambda is given. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്. we have to write down probability of O bar, that means O given Q and lambda, okay, into probability of Q given lambda. ഓക്കെ, അപ്പോൾ ഇതാണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് O ഗിവൺ Q ലാംഡ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് Q ഗിവൺ ലാംഡ. അപ്പോൾ നമുക്ക് രണ്ടും ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യമേ
പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആളിനെ നമുക്ക് നോക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് O ഗിവൺ ക്യൂ ബാർ ലാംഡയെ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? അതായത് ഇതാണ്, അതായത് ഇത് എഴുതാമല്ലോ. സോ ഞാൻ എഴുതാൻ പോവാണ് ഈ ഒരു ഇതിന് പകരം. ഓക്കെ, അപ്പോൾ അതിന് പകരം ഞാൻ പൈ t = 1 to t probability of OT, the sequence given capital letter QT, the state sequence and lambda into ഇതെന്തെങ്ങനെ എഴുതാം? ഇതെന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണല്ലേ, ഈ ഒരു പോർഷനാണ്. ദാറ്റ് മീൻസ് PQ1 പൈ പൈ അല്ല, ദസ് പൈ t, that means t equal to 2 to t probability of Q2 given Q2 minus 1. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ മാറ്റുവാണ്, അതായത് ഇത്രയും ഭാഗം. ഓക്കെ, എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? പൈ Q1 ഇൻറ്റു പൈ Q1 ഇൻറ്റു നമ്മളിത് കമ്പൈൻ ചെയ്യാൻ ജോയിൻറ്റ് പ്രോബബിലിറ്റിയിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? അതായത് ഈ ഭാഗത്തു നിന്നുള്ളത് എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ ആദ്യത്തെ ഈ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് പൈ Q1 എന്ന് പറഞ്ഞ് മാറ്റിയത്. ഇനി ഞാൻ കമ്പൈൻ ചെയ്യാൻ ജോയിൻറ്റ് പ്രോബബിലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് എമിഷൻ പ്രോബബിലിറ്റി, അതായത് ഈ ആളുടെ എമിഷൻ പ്രോബബിലിറ്റി, ഓക്കെ, ഇതിൻ്റെ എമിഷൻ അതായത് O1 എന്ന് പറയുന്ന സീക്വൻസ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് Q1ൽ നിന്നും Q2-നകത്തേക്ക് ഞാൻ ട്രാൻസിഷൻ നടത്തുന്നു. ഓക്കെ, എന്നിട്ട് രണ്ടാമത് Q2-ൽ നിന്നും ഞാൻ O2 എന്ന് പറയുന്ന സീക്വൻസ് എടുത്തിട്ട്, ഓക്കെ, U2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആ ഒരു ടൈമിനകത്ത് ഞാൻ O2 എന്ന് പറയുന്ന സീക്വൻസ് എടുത്തിട്ട് Q2-ൽ നിന്നും Q3-നകത്തേക്ക് ട്രാൻസിഷൻ നടത്തുന്നു. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? അതായത് BQ1 ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതേ ഉള്ളേ. O1 അത് കഴിയുമ്പോൾ, അതായത് O1 എന്ന് പറയുന്ന സീക്വൻസ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? Q1-ൽ നിന്നും Q2-നകത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? ട്രാൻസിഷൻ നടത്തണം. അതാണ് A. ട്രാൻസിഷൻ നടത്തി ഇൻറ്റു അടുത്ത BQ2 O2 ഇൻറ്റു എന്താണ്? ഇത് നടത്തി കഴിഞ്ഞാൽ അടുത്ത Q2-ൽ നിന്ന് O2 എന്ന് പറയുന്ന സീക്വൻസ് Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് ഇനി ഞാൻ ട്രാൻസിഷൻ നടത്തണം AQ2 Q3. ഇത് ഏത് വരെ പോവും? എക്സെട്ര അപ് ടു AQT-1 QT വരെ പോകും. ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് ലാസ്റ്റ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ നിന്നും ഞാൻ എന്ത് എടുക്കണം? ഒരു ഒബ്സർവേഷൻ സീക്വൻസായ OT എടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവേഷൻ സീക്വൻസ് ഗിവൺ ലാംഡ. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവാലുവേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഇവാലുവേഷൻ പ്രോബ്ലത്തിൽ ഈ ഒരു സംഭവം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രോബബിലിറ്റി ഓഫ് O ഗിവൺ ലാംഡ നമുക്ക് കിട്ടും. അപ്പം ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സമ്മേഷൻ എല്ലാ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് സീക്വൻസുകളും കിട്ടും. ഓക്കെ, ഏതിൽ നിന്നും? പ്രോബബിലിറ്റി ഓഫ് O, ഗിവൺ Q ഗിവൺ ലാംഡ. അപ്പോൾ ഈ ഒരു അതായത് ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ എല്ലാ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് സീക്വൻസിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രോബബിലിറ്റി ഓഫ് O ഗിവൺ ലാംഡ എനിക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ? സോ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഭയങ്കരമായി കൂടും. ദാറ്റ് മീൻസ് n⁻t കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും. n എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റ്സിലും t എന്ന് പറയുന്ന സീക്വൻസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു സംഭവം വരുമ്പം n⁻, ടോട്ടൽ എത്രയാണ്? n⁻t പോസിബിൾ Q നമ്മൾ ഉണ്ടായിരിക്കും. അപ്പോൾ കാരണം എല്ലാ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് സീക്വൻസിനെയും നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാനാണ് നോക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ദെയർ കംസ് n⁻t പോസിബിൾ Qs വരും. Q എന്ന് പറയുന്ന സ്റ്റേറ്റ് സീക്വൻസ് വരും. സോ ദിസ് ഈസ് ആക്ച്വലി നോട്ട് എഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ദിസ് മച്ച് calculations നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇൻ ഓർഡർ ടു എഫിഷ്യൻ്റ്ലി കാൽക്കുലേറ്റ് അവർ പ്രോബബിലിറ്റി ഓഫ് O ഗിവൺ ലാംഡ, എഫിഷ്യൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് വി ആർ യൂസിങ് ഫോർവേഡ് ബാക്ക്വേർഡ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നു.
ഓക്കെ, ഫോർവേഡ് ബാക്ക്വേർഡ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊസീജിയർ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ചെയ്യേണ്ടത് എന്താണ് ഫോർവേഡ് ബാക്ക്വേർഡ് പ്രൊസീജിയർ എന്ന് നോക്കാം. It is based on the idea of dividing the observation sequence into two parts. നമുക്ക് തന്നിരിക്കുന്ന ഇതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. നമുക്ക് തരുന്ന ഒബ്സർവേഷൻ സീക്വൻസ് ഏതാണോ ആ ഒബ്സർവേഷൻ സീക്വൻസിനെ നമ്മൾ 2 പാർട്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അതായത് O എന്ന് പറയുന്ന O1 എക്സെട്ര അപ് ടു OT എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, O1 O2 എക്സെട്ര അപ് ടു OT വരെ ആക്കിയിട്ട് OT മൈനസ്, അതായത് OT -1 OT, പിന്നെ ഈ OTയിൽ നിന്നും നെക്സ്റ്റ് OT +1 എക്സെട്ര അപ് ടു O ക്യാപിറ്റൽ ലെറ്റർ T. ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് കിടക്കുന്നത്. O1 O2 എക്സെട്ര അപ് ടു OT -1 ദെൻ OT +1 എക്സെട്ര അപ് ടു OT. ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് വൺ സ്റ്റാർട്ടിങ് ഫ്രം ടൈം 1, അതായത് 1 എന്ന് പറയുന്ന ടൈമിൽ ഞാൻ കാണുന്ന ഒബ്സർവേഷൻ സീക്വൻസ് തൊട്ട് T വരെയുള്ള ഒബ്സർവേഷൻ സീക്വൻസ് വരെ ആയിട്ട് ഒരു പാർട്ടിനെ ഡിവൈഡ് ചെയ്യും. ബാക്കി ഈ പറയുന്ന പോർഷനും ഇങ്ങനെ 2ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്താണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഫോർവേഡ് അൽഗോരിതം യൂസ് ചെയ്തും ഈ ഒരു പാർട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത് ബാക്ക്വേർഡ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. It is based on the idea of dividing the observation sequence into 2 parts. First one starting from time 1 until time T വരെ. Second time starting from time T+1 മുതൽ until capital letter T വരെ. അപ്പോൾ നമുക്ക് ഈ ഫോർവേഡ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർവേഡ് വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനെ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്ന ഒരു എന്താണ് ആൽഫബറ്റാണ്, ആൽഫബറ്റല്ല, ഒരു വേരിയബിളാണ് ആൽഫ ടി ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിൾ. ആൽഫ ടി ഓഫ് ഐ അത് ടീത്ത് ടൈമിൽ, അതായത് എന്താണ് അതിൻ്റെ അർത്ഥം, പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ പാർഷ്യൽ സീക്വൻസ് O1 എക്സെട്ര അപ് ടു OT അണ്ടിൽ ടൈം T ആൻഡ് ബീയിങ് ഇൻ SI അറ്റ് ടൈം T ഗിവൺ മോഡൽ ലാംഡ. വേറൊന്നുമല്ല, ആൽഫ ടി ഓഫ് ഐ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് O1 മുതൽ OT വരെ ഉള്ള പാർഷ്യൽ സീക്വൻസ് നമ്മൾ കാണുന്നു. ഈ OT നമ്മൾ ഏറ്റവും ലാസ്റ്റിലത്തെ പാർഷ്യൽ സീക്വൻസ് ആയ അതായത് ഒബ്സർവേഷൻ സീക്വൻസ് ആയ OT നമ്മൾ ഏത് ടൈമിൽ, T എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഈ OTയിലെത്തുന്നു. T എന്ന് പറയുന്ന ടൈമിൽ ഏത് സ്റ്റേറ്റിലാണ് OT നമ്മൾ കാണുന്നത്, SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ പാർഷ്യൽ സീക്വൻസ് O1 മുതൽ OT വരെ. ഏത് സമയം വരെ, അണ്ടിൽ ടൈം T എന്ന് പറയുന്ന ടൈം, അതാണ് ഈ T എന്ന് പറയുന്നത്. ആൻഡ് ബീയിങ് ഇൻ ആ ടീത്ത് ടൈമിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലായിരിക്കും, SI എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും അറ്റ് ടൈം Tയിൽ. ഓക്കെ, ഗിവൺ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരിക്കണം, മോഡൽ ഉണ്ടായിരിക്കണം. മോഡൽ തന്നിരുന്നാൽ നമ്മുടെ ഒബ്സർവേഷൻ സീക്വൻസ്, പാർഷ്യൽ ഒബ്സർവേഷൻ സീക്വൻസ് ൻ്റെ പ്രോബബിലിറ്റിയാണ് ഈ ആൽഫ ടി ഐ, ദാറ്റ് ഇസ് ഫോർവേഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ആ ഫോർവേഡ് വേരിയബിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, അതായത് ആൽഫ ടി ഓഫ് ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സീയിങ് O1 എക്സെട്ര അപ് ടു OT ആൻഡ് while observing the sequence, observation sequence OT, we are at the state QT, that is equal to SI. SI എന്ന് പറയുന്ന സ്റ്റേറ്റ്, ടീത്ത് ടൈമിൽ SI എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കണം ഗിവൺ ലാംഡ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 സ്റ്റെപ്പാണ് നടക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ്, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിക്കേർഷൻ വഴി പകുതി വരെയുള്ള പാർഷ്യൽ ഒബ്സർവേഷൻ സീക്വൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ ആൽഫ 1I എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ, ഓക്കെ, ഫസ്റ്റ് ടൈമിൽ എന്താണ് ആൽഫ ഐ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ ആൽഫ 1I ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സീയിങ് O1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അതായത്
Q1 ഫസ്റ്റ് ടൈമിൽ ടീത്ത് ടൈം, അതായത് ഫസ്റ്റ് ടൈമിൽ SI എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ് ഗിവൺ ലാംഡ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് O1, Q1 ഈക്വൽ ടു SI. O1 ഒബ്സർവേഷൻ സീക്വൻസ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സീക്വൻസ് എവിടെയായിരിക്കണം? SI എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇങ്ങനെ തന്നിരുന്നാൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് O, Q ബാർ ലാംഡ എന്ന് തന്നിരുന്നാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റും അല്ലേ? അതായത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് O1 ഗിവൺ എന്താണ് Q1 ഈസ് ഈക്വൽ ടു SI, ലാംഡ ഇൻറ്റു നമ്മുടെ ഈ ഒരു സീക്വൻസിലേക്ക്, ഈ ഒരു ഇതിനകത്തേക്ക് പ്രോബബിലിറ്റിക്ക് മാറ്റണം, ജോയിൻറ്റ് പ്രോബബിലിറ്റിനകത്തേക്ക് മാറ്റണം. സോ പ്രോബബിലിറ്റി ഓഫ് നെക്സ്റ്റ് എന്താണ് Q1 ഈക്വൽ ടു SI ഗിവൺ ലാംഡ. ഓക്കെ, ഇങ്ങനെയാക്കി. അപ്പോൾ ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് O1 ഗിവൺ, ദാറ്റ് മീൻസ് O1 ഗിവൺ. ഇതെന്താണ് O1 ഗിവൺ Q ബാർ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? OT ബാർ QT. നോക്ക്, O1 ഗിവൺ Q, ലാംഡ തന്നിരുന്നാൽ എങ്ങനെയാണ്? OT ബാർ QT, അതായത് QTth ടൈമും ലാംഡയും ഉണ്ടെങ്കിൽ നമ്മൾ OT ഒബ്സർവേഷൻ സീക്വൻസ് കാണാനുള്ള പ്രോബബിലിറ്റി അതിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നോർമലി അത് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ്? ഏതോ എമിഷൻ പ്രോബബിലിറ്റിയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? എമിഷൻ പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ എമിഷൻ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ്. ജോയിൻറ്റ് പ്രോബബിലിറ്റി ആയ P ഓഫ് Q ബാർ T അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? B1 എമിഷൻ, ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എമിഷൻ പ്രോബബിലിറ്റി, അതായത് BIth ടൈമിൽ, അതായത് O1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് ith ടൈമിൽ കാണാനുള്ള പ്രോബബിലിറ്റി, അതാണ് ഈ പറയുന്നത്. അതായത് ith സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു എന്താണ് ഈ ഒരു ഭാഗം ഇത് വെച്ച് നോക്കണം. വാട്ട് ഈസ് P ഓഫ് ഈ രണ്ടുപേരും തമ്മിലാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് Q ഈക്വൽ ടു SI, Q ഗിവൺ T എന്താണ്? Q ഗിവൺ T നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? പൈ Q1 Q ഗിവൺ T, PQ1 ഇൻറ്റു പൈ ഈക്വൽ ടു T ഈക്വൽ ടു 2 to T നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ, ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൈ I, ഇനിഷ്യലാണ്. അപ്പോൾ നമ്മൾ അടുത്തിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നില്ല, ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, ഇത്രയാണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് കിട്ടും? പൈ I BI O1. ഇതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ α1i എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിക്കേർഷനിലൂടെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. റിക്കേർഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിക്കേർഷൻ. ഇനിഷ്യലൈസേഷൻ നമ്മൾ കഴിഞ്ഞു, ഇനി അടുത്ത എന്താണ്? റിക്കേർഷൻ. ബൈ റിക്കേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം അത് നോക്കുക. ഈ ഡയഗ്രത്തിനകത്ത് നമ്മൾ ഫോർവേഡ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ആൽഫ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈ സ്റ്റേറ്റിൽ വന്നു. ഈ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ എല്ലാ പാത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എല്ലാ സ്റ്റേറ്റ് സീക്വൻസും എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എല്ലാ പാത്തിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പം ഈ പറയുന്ന വേരിയബിളിൽ നിന്നും നമ്മൾ AIJ എന്ന് പറയുന്ന ട്രാൻസിഷൻ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് Tth സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിനകത്തേക്ക് നമ്മൾ എത്തുന്നു? T+1 സ്റ്റേറ്റിനകത്തേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ എൻ്റെ ഇവിടുത്തെ α T+1 × J കണ്ടുപിടിക്കണം. ബൈ റിക്കേർഷൻ വഴിയാണ് ഈ ഒരു ഫിഗർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബൈ റിക്കേർഷൻ വഴി ഞാൻ കണ്ടുപിടിക്കുകയാണ്. എല്ലാ പാത്തും നമുക്ക് നോക്കുകയും വേണം. ഓക്കെ, വി ഹാവ് ടു സം അപ്പ്. എന്ത് ചെയ്യണം? α T+1 × J എന്ന് നോക്കുമ്പോൾ ആൽഫ, അതായത് 1 to n വരെയുള്ള സ്റ്റേറ്റ്സുകളാണ് പറയുന്നത് ടീത്ത് ടൈമിൽ. ഓക്കെ, ഈ ഒരു ഇത് ടീത്ത് ടൈമിൽ. സോ ആൽഫ ടി ഐ സമ്മേഷൻ I = 1 to n. എത്രയാണ്? 1 to n. ഓരോന്നിനകത്തും ഞാൻ ഓരോ പാത്തും സമ്മപ്പ് ചെയ്യാണ്. എന്നിട്ട് എന്താണ്? ആൽഫ ടി ഐ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഒരു ആൽഫ ടി ഉണ്ട്, ഇതിനകത്തൊരു ആൽഫ വേരിയബിൾ, ഇതിനകത്തൊരു ആൽഫ വേരിയബിൾ, അങ്ങനെ എല്ലാത്തിനകത്തും ആൽഫ വേരിയബിൾ ഉണ്ടായിരിക്കും. ആൽഫ ടി ഐ ഇൻറ്റു AIJ, അതായത് ഇതിനകത്തൊരു ട്രാൻസിഷൻ, ഇതൊരു ട്രാൻസിഷൻ. അതായത് ഈ ഒരു ആൽഫ ഇൻറ്റു AIJ, ഇതിനകത്ത് നിന്ന് വരുന്ന ആൽഫ ഇൻറ്റു AIJ, ഇതിനകത്ത് വരുന്നത് ആൽഫ ഇൻറ്റു AIJ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റു
നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റി, ഇവിടെ ഒരു ഒബ്സർവേഷൻ സീക്വൻസ് കാണാനുള്ള പ്രോബബിലിറ്റി, അതായത് എമിഷൻ പ്രോബബിലിറ്റി, അതായത് ഇവിടെ എന്താണ് ടീത്ത് സ്റ്റേറ്റ് കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ പറയുന്നത് T+1, അതായത് OT+1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് BJ കാണാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്താണ് αT+1 ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ αT+1 ഇൻറ്റു ജെ ഈസ് ഈക്വൽ ടു എന്താണ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n α_ti, T+1 കണ്ടുപിടിക്കാനായിട്ട് α_ti ഇൻറ്റു aij ഈ മൾട്ടിപ്ലൈ ചെയ്യുക, i ഈക്വൽ ടു സമ്മേഷൻ ആണ്, ഇത് കംപ്ലീറ്റ് ഇൻറ്റു എന്താണ് ഇവിടെ ഞാൻ എത്തി, ഈ സ്റ്റേറ്റിലെത്തുമ്പം ഞാൻ കാണുന്ന എമിഷൻ പ്രോബബിലിറ്റി എന്താണ് BJ OT+1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് ആണ് ഞാൻ jth സ്റ്റേറ്റിൽ കാണുന്നത്. ഓക്കെ, so what is alpha-ti? Alpha-ti explains the first T observations. Alpha-t എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ T observation and ends in state SI. SI എന്ന് പറയുന്ന അതായത് ആൽഫ y കംപ്ലീറ്റ് ഇവിടെ വന്നു, ടീത്ത് സ്റ്റേറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു SI എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി, അതായത് ഇവിടം വരെ എന്താണ് പാർഷ്യൽ സീക്വൻസ് ആണ്. ഈ പാർഷ്യൽ സീക്വൻസിൽ നിന്നും അടുത്ത സ്റ്റേറ്റിനകത്തേക്ക് നാം പാസ് ചെയ്തു. ആൻഡ് മൾട്ടിപ്ലൈയിങ് എന്താണ് എക്സ്പ്ലെയിൻസ്, ആൽഫ-t എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എക്സ്പ്ലെയിൻസ് ദ ഫസ്റ്റ് T ഒബ്സർവേഷൻസ് ആൻഡ് എൻഡ്സ് ഇൻ സ്റ്റേറ്റ് SI. മൾട്ടിപ്ലൈയിങ് ഈ പറയുന്ന പ്രോബബിലിറ്റി എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും വിത്ത് aij ടു മൂവ് ടു ദ സ്റ്റേറ്റ് SJ. അതാണ് alpha-ti. ഇനി നമ്മൾ നോക്കുവാണ്, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവേഷൻ സീക്വൻസ്. അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻ സീക്വൻസ് നോക്കണം, അതായത് പാർഷ്യൽ ആയിട്ടുള്ളത് പകുതി വരെയുള്ളതാണ് നോക്കേണ്ടത്. നമ്മുടെ എയിം എന്താണ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒബ്സർവേഷൻ സീക്വൻസ് ഗിവൺ ലാംഡ, നമ്മൾ ആൽഫ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് സമ്മേഷൻ i ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് O, QT. ഒബ്സർവേഷൻ സീക്വൻസ് ഈ തന്നിട്ടുണ്ട്, ഈ ഒബ്സർവേഷൻ സീക്വൻസും SI എന്ന് പറയുന്ന ടീത്ത് ടൈമിൽ SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കിട്ടണം, ഈ പറയുന്ന O എന്ന് പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് വെൻ ദ ലാംഡ ഈസ് ഗിവൺ. അതാണ് പാർഷ്യൽ ആയിട്ടുള്ള സംഭവം നമ്മൾ ഏത് വേരിയബിൾ വെച്ച് കണ്ടുപിടിച്ച് വെച്ചു, സമ്മേഷൻ i ഈക്വൽ ടു 1 to n α_ti വരെ കണ്ടുപിടിച്ച് വെച്ചു. അതായത് നമ്മളിത് ഇത്രയും പോർഷൻസ് കണ്ടുപിടിച്ച് നമ്മൾ ഒബ്സർവേഷൻ സീക്വൻസിലെ ഈ ഒരു പകുതി ഭാഗം നമ്മൾ α_ti വെച്ചിട്ട് കണ്ടുപിടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സോ α_ti ഈസ് നത്തിങ് പ്രോബബിലിറ്റി ഓഫ് ജനറേറ്റിംഗ് ഫുൾ ഒബ്സർവേഷൻ. ഈ Ti എന്ന് പറയുന്നത് ഫുൾ ഒബ്സർവേഷൻ സീക്വൻസ് ആണ്, നമ്മൾ ആയിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. സോ ഈ പറയുന്ന α_ti വരെ നമുക്ക് കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ബിഗ് ഓഫ് n² കോംപ്ലക്സിറ്റി ആണ് ഉള്ളത്, ബിഗ് ഓഫ് n² കോംപ്ലക്സിറ്റി ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കോംപ്ലക്സിറ്റി യൂസ് ചെയ്ത് ഇത്രയും കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇവാലുവേഷനായ α_ti കണ്ടുപിടിക്കും. ഇനി അടുത്തത് എന്താണ്, തിരിച്ച് ബാക്ക്വേർഡ് വേരിയബിളിനെ കണ്ടുപിടിക്കണം. സിമിലർലി ഡിഫൈൻ ദ ബാക്ക്വേർഡ് വേരിയബിൾ ആയ, ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് വേരിയബിൾ ഏത് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് വേരിയബിൾ ഇസ് βT ഓഫ് i. എന്താണ് പ്രോബബിൾ βi? Beta is nothing but probability of being in state I. സ്റ്റേറ്റ് SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ടീത്ത് ടൈമിൽ നിൽക്കണം. അതുപോലെ തന്നെ ആൻഡ് ഒബ്സർവിങ് എവിടെ തൊട്ട് എവിടം വരെയുള്ള പാർഷ്യൽ സീക്വൻസ് ആണ് കാണുന്നത്, OT+1 മുതൽ OT വരെയുള്ള പാർഷ്യൽ സീക്വൻസ്. ഓക്കെ, സോ βTi probability of being in state SI at time t and observing the partial sequence OT+1 etc. up to OT. So βTi is equal to എന്താണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സീയിങ് എന്താണ് OT+1 എക്സെട്ര അപ് ടു OT ഗിവൺ ഏത് സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുവാണ്, SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുവാണ്, SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുവാണ്, കോമ ലാംഡ ഈ ഒരു സ്റ്റേറ്റിനകത്ത് നിൽക്കുന്നു, ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്, ഈ ഒരു പാർഷ്യൽ സീക്വൻസ് കാണാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ നമുക്ക് ഇനിഷ്യലൈസേഷനും റിക്കേഴ്സീവും രണ്ട് പാർട്ടുണ്ട്. ഇവിടെ ഇനിഷ്യലൈസേഷൻ എങ്ങനെ തന്നെയാണ്, βi എന്ന് പറയുന്നത് 1 ആക്കിയാണ് നമ്മൾ എടുത്തു പോകുന്നത് ഇനിഷ്യലൈസേഷൻ. ഓക്കെ, ബീറ്റ അത്രയും പറയുന്നുള്ളൂ, ബീറ്റ ക്യാപിറ്റൽ ലെറ്റർ Ti is equal to 1. റിക്കേഴ്സീവ്ലി നമ്മൾ നേരത്തെ വഴിച്ച ഫിഗറിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ,
കാരണം ബി ജെ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വന്നു. നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്ത് പോകുന്നത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കാൽക്കുലേഷൻസ് പോകുന്നത്. ഞാൻ ഇവിടെ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് ഫസ്റ്റ് ഒബ്സർവേഷൻ t+1th ടൈമിൽ നമുക്ക് ടി വരെ ഓക്കെ, അടുത്ത് t+1th ടൈമിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതെന്താണ്, t+1th ടൈമിൽ കാണുമ്പോൾ ട്രാൻസിഷൻസ് നടക്കുവാണ്. അതായത് t+1th ടൈമിൽ ബീറ്റ t+1 നടക്കുമ്പോൾ OT+ ഒബ്സർവേഷൻ സീക്വൻസ് ആയ OT+1 ഫസ്റ്റ് ടൈമിൽ കാണുന്നു. അവിടെ നിന്ന് ഞാൻ ട്രാൻസിഷൻസ് നടത്തി 1 എന്ന് പറയുന്നത് ഈ 1 എന്ന് പറഞ്ഞ ട്രാൻസിഷൻ നടത്തി ഇവിടെ എത്തുന്നു, ബീറ്റ ടി ഐയിലെത്തുന്നു. അടുത്ത് ബീറ്റ+1 അറ്റ് സെക്കൻഡ് ടൈം അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, അവിടെ ഒരു വേരിയബിൾ ഉണ്ട് ബീറ്റ t+a ബാക്ക്വേർഡ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ബാക്ക്വേർഡ് വേരിയബിൾ ഇൻറ്റു ട്രാൻസിഷൻ നടത്തുന്നു. എന്താണ് A12, അതായത് A1ൽ നിന്നും 2ലേക്ക് ട്രാൻസിഷൻ ഇൻറ്റു അവിടെ ഞാൻ എമിഷൻ പ്രോബബിലിറ്റി സെക്കൻഡ് ടൈമിൽ OT എന്ന് പറയുന്ന OT+2 എന്ന് പറയുന്ന സീക്വൻസ് കാണാനുള്ള പ്രോബബിലിറ്റി പ്ലസ് വീണ്ടും ഞാൻ അടുത്തത് നടത്തും ബീറ്റ T1 ഇൻറ്റു ബീറ്റ T1 ഓഫ് J ഇൻറ്റു ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഇൻറ്റു ഇറ്റ്സ് കറസ്പോണ്ടിങ് എമിഷൻ പ്രോബബിലിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബീറ്റ ഐ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബീറ്റ ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n. ജെ ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജെ ഈക്വൽ ടു 1 to n എന്താണ് AIJ BJ. അത് AIJ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി, BJ ഓഫ് OT+1 എന്ന് പറഞ്ഞാൽ OT+1 എന്ന് പറഞ്ഞ സീക്വൻസ് ഞാൻ jth ടൈമിൽ കാണാനുള്ള എമിഷൻ പ്രോബബിലിറ്റി ഇൻറ്റു നമ്മുടെ ബീറ്റ വേരിയബിൾ BT+1 ഓഫ് J. Okay, so when in the state Si we can go to n possible next states in Sj, each with the probability Aij. Okay, നമ്മൾ SI എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു നിന്നിരുന്നത്. നമുക്ക് n പോസിബിൾ അടുത്ത SJ എന്ന് പറയുന്ന n പോസിബിൾസ് വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അടുത്ത വീണ്ടും n നമ്പർ ഓഫ് സ്റ്റേറ്റ്സുകളുണ്ട്. ബീറ്റ T1 n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, അതിൽ നിന്നും ട്രാൻസിഷൻ നടത്തി ഒരു ഒബ്സർവേഷൻ സീക്വൻസും എമിഷൻ പ്രോബബിലിറ്റിയും വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് എൻഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോബബിലിറ്റി നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, പ്രോബബിലിറ്റി ഓഫ് ഓ ഒബ്സർവേഷൻ സീക്വൻസ് ഗിവൺ ലാംഡ കണ്ടുപിടിക്കാനാണ്. സോ വി ഓൾറെഡി ഫൈൻഡ് ഔട്ട് ആൽഫ ടി ഐയും അതുപോലെ തന്നെ ബീറ്റ ടി ഐയും കണ്ടുപിടിച്ചു. അതായത് O1 മുതൽ OT വരെയുള്ള ഒബ്സർവേഷനും OT+1 മുതൽ O ക്യാപിറ്റൽ ലെറ്റർ T വരെയുള്ള ഒബ്സർവേഷനും ഇത് യൂസ് ചെയ്ത് ബാക്കിയുള്ള പാർഷ്യൽ സീക്വൻസിന് എന്താണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം വിച്ച് ഈസ് നത്തിങ് ബട്ട് summation t equal to 1 to n number of states ആണ്. What is the probability of O, Qt equal to Si given lambda. Okay, observation sequence ഈ പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസ് SI എന്ന് പറയുന്ന സ്റ്റേറ്റ് ഈ ടൈമിൽ SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് ഗിവൺ ലാംഡ. ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെ എഴുതണം, നമ്മൾ ഒന്നും ചെയ്യേണ്ട, സമ്മേഷൻ I equal to 1 to n. Okay, I equal to 1 to n alpha t into I, t of I into beta t into I. ഈ പറയുന്നത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫോർവേഡ് വേരിയബിളും ബാക്ക്വേർഡ് വേരിയബിളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സീക്വൻസ് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇവാലുവേഷൻ പ്രോബ്ലം. നിങ്ങൾ പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവാലുവേഷൻ പ്രോബ്ലത്തിനകത്ത് ബാക്ക്വേർഡ് വേരിയബിളും ഫോർവേഡ് വേരിയബിളും യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ ബാക്ക്വേർഡും ഫോർവേഡും വരുന്നു എന്നുള്ളത്, കാരണം n⁻t ഡിഫറെൻറ്റ്, അതായത് നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ്സ് Q സ്റ്റേറ്റ്സ് ആർ പോസിബിൾ ഹിയർ വൈൽ വി ആർ ഗോയിങ് ത്രൂ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ പ്രോബബിലിറ്റി. അപ്പോൾ ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റി വെച്ചിട്ട് ഇത്രയും നമുക്ക് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് കൂടുതൽ എടുക്കുന്ന കാരണമാണ് നമ്മൾ ഫോർവേഡ് ബാക്ക്വേർഡ് വെച്ചിട്ട് പാർഷ്യൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ സീക്വൻസ് ഡിറൈവ് ചെയ്ത് പോയത്. ഓക്കെ, താങ്ക് യു. ഡൗട്ട് വരും, ഇതെങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. സെൻഡ് മീ ദ പേഴ്സണൽ മെസ്സേജസ് ഓൾസോ. ഓക്കെ, താങ്ക് യു.